ഒരു നാടിനെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിയാണ് ബിന്ദു കടന്നുപോയിരിക്കുന്നത്. ബിന്ദുവിൻ്റെ വീടുള്ള തലയോലപ്പറമ്പിൽ നിന്ന് നമുക്കൊപ്പം വിഷ്ണു സുരേഷ് കൂടി ചേരുകയാണ്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. വിഷ്ണു, യഥാർത്ഥത്തിൽ അവർക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു സംഭവമായിട്ടിത് മാറിയിട്ടുണ്ട്. കാരണം ഒരു കൂട്ടിരിപ്പുകാരിയായി പോയി ഒരു ചേതനേറ്റ ശരീരമായി തലയോലപ്പറമ്പിലേക്ക് മടങ്ങി വന്ന ഒരു അമ്മയുടെ ചിത്രം. വളരെ അധ്വാനിയായ ഒരു വീട്ടമ്മ, ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ഒരുപാട് ജോലികൾ ചെയ്ത, ഒരുപാട് അധ്വാനിച്ച ഒരു വീട്ടമ്മയുടെ വിയോഗമാണ് തലയോലപ്പറമ്പുകാർക്ക് കാണേണ്ടി വന്നത്. എന്താണ് തലയോലപ്പറമ്പിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രതികരണങ്ങൾ? ഇന്നലെ സംസ്കാര ചടങ്ങുകളൊക്കെ പൂർത്തിയായതിനു പിന്നാലെ മന്ത്രി വി എൻ വാസവൻ വീട്ടിലേക്ക് എത്തി കുടുംബത്തിന് പൂർണ്ണ പിന്തുണയും സഹായവും ഒക്കെ വാഗ്ദാനം ചെയ്തിരുന്നു. പക്ഷേ എല്ലാവർക്കും സങ്കടത്തിൽ നിന്ന് ഇനിയും കുറെ സമയമെടുക്കും അവർ മുക്തരാവാൻ. പ്രത്യേകിച്ച് കുടുംബത്തിന്റെ ഏക ആശ്രയവും അത്താണിയൊക്കെ ആയിരുന്നു ബിന്ദു. 350 രൂപ ബിന്ദുവിന്റെ ആ ദിവസവേതനത്തിലാണ് കുടുംബം ഒന്നാകെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഭർത്താവിന് ജോലിക്ക് പോകാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. കുടുംബത്തിന്റെ ആകെ ഉള്ള വരുമാനം അത് ബിന്ദുവിന്റേതായിരുന്നു. ബിന്ദുവിന് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. മക്കളെ കരപറ്റിക്കണം, അതോടൊപ്പം തന്നെ വീട് മികച്ച രീതിയിൽ നിർമ്മിക്കണം, മകളുടെ രോഗം മാറ്റണം, അങ്ങനെ കുറെ ആവശ്യങ്ങൾ അവർക്കുണ്ടായിരുന്നു. അതിനുവേണ്ടിയാണ് ഈ ജോലിക്ക് പൊയ്ക്കൊണ്ടിരുന്നത്. ഇത് ഒന്നും ആയിരുന്നില്ലെങ്കിൽ പോലും ഇതുകൊണ്ടൊക്കെ ജീവിച്ചങ്ങ് പോവുകയായിരുന്നു. അതിനിടയിലാണ് ഇങ്ങനെ അപ്രതീക്ഷിതമായി അപകടം സംഭവിച്ചത്. സർക്കാരെത്തി, സർക്കാരിൽ വലിയ പ്രതീക്ഷയൊക്കെ കുടുംബം പങ്കുവെക്കുന്നുണ്ട്. ബിന്ദുവിന്റെ ഭർത്താവിന്റെ സഹോദരിമാരൊക്കെ ഇവിടെ ഉണ്ട്. അവരോട് ചോദിക്കാം. ചേച്ചി, എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. സർക്കാർ പറഞ്ഞത് മടുത്തതാണ്. ഞാനും എന്റെ അനിയത്തി എന്റെ മോനും കൂടെ സഹായിച്ച് ഓപ്പറേഷന് ഞങ്ങളെല്ലാം ചെയ്തു. നിങ്ങളെ കൊണ്ടൊന്നും വയ്യ. 2-3 ലക്ഷം രൂപയായെങ്കിലും ഞങ്ങൾ കൊടുക്കും. അങ്ങനെ ഞങ്ങൾ വാഗ്ദാനം ചെയ്തത്. അങ്ങനെ ഒരു പൊന്നു നാത്തൂരാണ്. പിന്നെ ഒന്നും ചെയ്യാൻ ഞങ്ങൾക്ക് വയ്യാതായി. അപ്പോഴായി ഇപ്പം അവള് നല്ല വിദ്യാഭ്യാസം, അവൾക്ക് ജോലി കിട്ടാത്തോണ്ട് അവിടെ മക്കളെ പഠിപ്പിച്ച് ജോലി കിട്ടണമെന്ന് ഒരൊറ്റ വാശിയേ ഉള്ളു. അതിന് ഞങ്ങളെല്ലാം കുഞ്ഞുമക്കൾക്ക് പഠിക്കാനൊക്കെ ഈ ദിലീപൊക്കെ കൊടുക്കും. ഞങ്ങൾ 3 പേരാ കൊടുക്കുന്നേ. ഞാനും കൊടുക്കും, മോനും കൊടുക്കും, അനിയത്തിയും കൊടുക്കും. ഇതൊന്നും വരത്തില്ലായിരുന്നു. ഞങ്ങള് ഈ അസുഖം എന്ന് പറഞ്ഞപ്പോ ഞങ്ങളുടെ അനിയത്തിയുടെ വീട്ടിൽ വന്ന് താമസിച്ചെങ്കിൽ ഈ കഷ്ടകാലങ്ങളൊന്നും വരത്തില്ല. അവിടെ എവിടെങ്കിലും ഞങ്ങൾ കാണിച്ചേനെ. എന്റെ മോനൊക്കെ പറഞ്ഞു, നമ്മക്കൊക്കെ മനസ്സുള്ളവരാ, ഞങ്ങൾക്ക് ഒരുപാട് വാരിക്കൂട്ടാനും പണക്കാരൊന്നും അല്ല, നമ്മൾ സാധാരണക്കാരാ. പിന്നെ അതിൽ നിന്ന് ഞങ്ങൾ ചുരുക്കിയ ഇതെല്ലാം കൊടുക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഒരു നാത്തൂനാണ്. എന്റെ സഹോദരന് നല്ലപോലെ ജോലി ചെയ്യാൻ വയ്യ. മേശം പണിയാ, 10,200 രൂപ ജോലി ചെയ്താൽ കിട്ടും. സിമെന്റിന്റെ പണിയാ, അത് കൈ അങ്ങ് പഴുക്കും. ഈ മന്ത്രിയൊക്കെ എത്തി വാഗ്ദാനങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. അതിലൊരു പ്രതീക്ഷയുണ്ടോ? അതിലേ ഉള്ളു ഞങ്ങൾക്ക് പ്രതീക്ഷ. അത് കിട്ടണം. അത് നിങ്ങളെ ഏത് ചാനലുകാരായാലും മന്ത്രിയായാലും ഏത് സർക്കാരായാലും അതവർക്ക് കൊടുക്കണം. അത്രയല്ല, വാഗ്ദാനം ചെയ്തിട്ട് നിങ്ങൾ പോവരുത്. അതേ ഉള്ളു ഞങ്ങൾക്ക് പറയാം. പിന്നെ ഇതൊന്നും നടന്നില്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരുടെ സഹായിച്ച് എന്റെ ഓപ്പറേഷൻ നടത്തിയേനെ. എന്നിട്ട് അതിന് ഓപ്പറേഷൻ കഴിയുമ്പോൾ അതിന് നേഴ്സിങ്ങിന് പോവാം. മോനൊരു കൊച്ചു ജോലി എവിടെങ്കിലും കിട്ടും. അപ്പം വളർത്തി വീടൊക്കെ വൃത്തിയാക്കാം. വീടൊക്കെ കിടക്കുന്നുണ്ടോ? ഇന്ന് ആരുടെയെങ്കിലും വീട് തരാം. എത്രയോ കാലത്തിന് പഞ്ചായത്തിൽ നിന്ന് 10,000 15,000 ഇതൊക്കെ ശരിയാക്കണം എന്നുള്ളതായിരുന്നു ഒരു ആഗ്രഹമല്ലേ? എല്ലാം നടക്കുമെന്നൊരു പ്രതീക്ഷയായിരുന്നു ഈ കൊച്ചിന്. എങ്ങനെ അവള് ഇത്രയൊന്നും കൂടുതൽ പ്രതീക്ഷിച്ചത് തന്നെ എനിക്ക് അറിഞ്ഞൂടാ. ഈ 300 രൂപ ജോലി ചെയ്യുന്നതും കിട്ടി. ഈ അമ്മ തൊഴിലുറപ്പിന് പോയി. ഈ അമ്മയ്ക്കും കൊടുക്കും വയസ്സുകാലെന്നല്ല. ഈ അമ്മ ഈ കുടുംബത്തിന്റെ ഒരമ്മയല്ല, അത്ര ഒരു പ്രിയപ്പെട്ട ഒരമ്മ. ഈ അമ്മയുടെ കൈ കിട്ടുന്നതും തൊഴിലുറപ്പിനും പിന്നെ സർക്കാരിന്റെ അരി അവർക്ക് കിട്ടുന്നത്. BPL APL കണ്ട കാരണം ആ അരിയായി 1 മാസവും വെക്കുന്നേ. അമ്മ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അമ്മ, ഇന്നലെ മന്ത്രിയൊക്കെ വന്നു, എന്തൊരു പ്രതീക്ഷ? മന്ത്രിയൊക്കെ വന്നു. ഞങ്ങളുടെ ദുഃഖം ദൈവസ്ഥകളും ഞങ്ങളുടെ വീടും ഞങ്ങളുടെ ദുഃഖവും ദുരിതവും ഞങ്ങളുടെ ദാരിദ്ര്യവും എന്റെ മകളുടെ ഓട്ടവും നേരം വെളുക്കുമ്പോ പറന്നോടും 7 മണിക്ക് വരും. 300-350 രൂപ കിട്ടും. എനിക്കൊരു മരുമകനുണ്ട്, രോഗിയായി പോയി. എനിക്ക് 4 മക്കളുണ്ട്. എന്റെ ഇളയ മകളാണ് ഇപ്പൊ അപകടത്തിൽപ്പെട്ടു പോയത്. എന്റെ മൂത്ത മകളുണ്ട്, അവൾ അടുത്ത വീട്ടിൽ താമസിക്കുന്നു. അവളുടെ മരുമകനും. സർക്കാർ പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരു പ്രതീക്ഷയുണ്ടോ? സർക്കാർ പറഞ്ഞ കാര്യങ്ങൾക്ക് എനിക്ക് 100% വിശ്വാസമുണ്ട്. അദ്ദേഹം എന്റെ കൈ പിടിച്ച് അത്ര വാഗ്ദാനം തന്നിട്ടാ പോയത്. ആ വാഗ്ദാനം സ്വീകരിക്കുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ എന്റെ മകളാണ് ഇവിടുത്തെ വാഗ്ദാനം. അവള് പോയിടത്തോളവും അവള് പെട്ട അപകടത്തോളവും
എനിക്കിത് എസ്കെൻ വലിയ സങ്കടത്തിലാണ് അവർ ഉള്ളത്. അത് സർക്കാർ പ്രഖ്യാപിച്ച സഹായങ്ങൾ ഇന്നലെ വി എൻ വാസവൻ എത്തി പറഞ്ഞ കാര്യങ്ങൾ അതൊക്കെ നടപ്പിലാകണം. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: മകന് മെഡിക്കൽ കോളേജിൽ ഒരു താൽക്കാലിക ജോലി, ഒപ്പം മകളുടെ ചികിത്സ, ആ കാര്യങ്ങളൊക്കെ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അത് കൂടുതൽ കുറച്ചൊരു സ്ഥിര ജോലിയൊക്കെ ലഭ്യമാക്കണം എന്നുള്ളതാണ് കുടുംബത്തിന്റെ ആവശ്യം. മന്ത്രി വീണ ജോർജ് ഇന്നലെ ഫോണിൽ വിളിച്ച് കുടുംബത്തെ ആശ്വസിപ്പിച്ചിരുന്നു. മന്ത്രി ഇങ്ങോട്ടേക്ക് എത്തുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് 2 ദിവസത്തിനകം. ഓക്കെ താങ്ക് യു വിഷ്ണു സുരേഷ്.